ചെറിയൊരു വാഹനവുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡൽഹിയിൽ നിന്നൊക്കെ കൂടുതലും ചെറിയ വാഹനങ്ങൾ കൊണ്ടുപോയിരുന്നത് ടൊയോട്ടയുടെ എറ്റിയോസ് ലീവ, അതുപോലെ തന്നെ എറ്റിയോസ്, ഹോണ്ട അമേസ്, എക്കോ സ്പോർട്ട്, ഡസ്റ്റർ ഇതുപോലുള്ള വാഹനങ്ങളാണ്. പക്ഷേ ആ ഒരു ടൈപ്പ് വാഹനങ്ങളൊന്നും ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് കിട്ടാനേ ഇല്ല. കാരണം ഡീസൽ വണ്ടി 10 കൊല്ലം കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു വാഹനങ്ങളൊക്കെ മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമായി കൂടുതലും സൗത്തിലേക്ക് തന്നെയാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പം മാരുതിയുടെ ബ്രസ്സ കൊണ്ടുപോകാറുണ്ട് ആളുകൾ, അതുപോലെ തന്നെ ഹുണ്ടായുടെ ക്രെറ്റ. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വാഹനം ക്രെറ്റയാണ്. ക്രെറ്റ ഞാൻ 2 മാസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വണ്ടിയുടെ, അത് സോൾഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു ക്രെറ്റ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്രെറ്റ കാണിക്കാൻ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ കൂടുതലായിട്ടും ക്രെറ്റ നമ്മുടെ നാട്ടിലേക്ക് ഇവിടുന്ന് മാർക്കറ്റിൽ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ, തമിഴ്നാട്, കർണാടക അത്യാവശ്യം ഈ ഒരു ക്രെറ്റയ്ക്ക് നല്ലൊരു റീസെയിൽ വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും വണ്ടികൾ ഇപ്പോൾ പോയി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും ഒരു വണ്ടി കിട്ടിയപ്പോൾ നല്ലൊരു വണ്ടി തന്നെയാണ്. ഏതായാലും നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. 2018 മോഡലിൽ കിടക്കുന്ന വാഹനം കേട്ടോ. അത് 18 സിംഗിൾ ഓണർഷിപ്പിലുള്ളതാണ്. 1.6 SX CRD ആണ് വരുന്നത്. ടൈപ്പ് 2 ആണ്. അതായത് ഫ്രണ്ടിലെ വലിയ ഗ്രില്ല് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഏതായാലും ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ എടുത്ത് കാണിച്ചു തരാം. പെട്ടെന്ന് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുക നമുക്ക്. യെസ്, ആദ്യം തന്നെ ഒരു വാക്കറൗണ്ട് പോലെ ബോഡി ഒന്ന് കാണിച്ചു പോകാം. നല്ല ക്വാളിറ്റിയിലുള്ള ബോഡി കേട്ടോ. ഫ്രണ്ട് ഗ്രില്ല് ഞാൻ പറഞ്ഞില്ല, ഇത് ടൈപ്പ് 2 ആണ്. അത് ഇതിന് മുന്നത്തെ ചെറിയ ഗ്രില്ലായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഇപ്പോൾ വലിയ ഗ്രില്ല് വന്നു. ഇതിന് ശേഷമാണ് മൊത്തത്തിൽ ആ ഒരു ഡിസൈനൊക്കെ മാറിയിട്ട് ടൈപ്പ് 3യിലേക്ക് കറക്റ്റ് വന്നിട്ടുള്ളത്. ഈ സൈഡിലൊന്നും ബോഡിക്കൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനിവിടെ അങ്ങനെ നടക്കുന്ന സൗണ്ട് ചിലപ്പോൾ കേൾക്കും കേട്ടോ. ഈ ഒരു ചവലയുടെ സൗണ്ട് കേട്ടോ. ഡിസ്റ്റർബ് ആയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, അപ്പം 2018 വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം കേട്ടോ. സ്റ്റിയറിംഗ് വീൽ കൺട്രോൾ SX ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവിധ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് വീൽ കൺട്രോൾ വരും, പിന്നെ ക്രൂയിസ് കൺട്രോളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സ്റ്റീരിയോൻ്റെ കൺട്രോൾസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സ്റ്റിയറിംഗിൻ്റെ മുകളിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേറെ നോക്കുകയാണെങ്കിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. യെസ്, ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. നമുക്ക് സ്പെയർ കീ ഒക്കെ അവൈലബിൾ ആട്ടോ വാഹനത്തിൻ്റെ. 93,154 കിലോമീറ്റർ, അതായത് 93,000 ഓടിയിട്ടുള്ളത്. ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്. അതുപോലെ തന്നെ നാവിഗേഷനൊക്കെ വരുന്നുണ്ട് കേട്ടോ. സ്റ്റീരിയോയിൽ കുഴപ്പമില്ലാത്തൊരു ഡാഷ്ബോർഡ് ഉണ്ട്. കാരണം ഡാഷ്ബോർഡിനുള്ള ചെറിയ സ്ക്രാച്ചുകളുണ്ട്. പക്ഷെ ഒരു മേജറായിട്ടൊന്നും കണക്കൂടുന്ന ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ. റൂഫും വൃത്തിയുണ്ട്, സീറ്റും കുഴപ്പമൊന്നുമില്ല, വൃത്തിയുണ്ട്. ഇയർ നോബൊക്കെ ഇത് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു സംഭവം. ഈ ഒരു കളറൊക്കെ ഇഷ്ടപ്പെടും. അത് എനിക്കൊന്ന് സീറ്റിൻ്റെ ഈ ഒരു കോമ്പിനേഷനിലേക്ക് ഒരു ചേഞ്ച് ചെയ്താണെന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും സത്യം പറഞ്ഞാൽ എനിക്ക് വലിയൊരു ലൈക്കായിട്ടൊന്നുമില്ല ഈ ഒരു കളർ. ഇതിന് നല്ലത് ബ്ലാക്ക് തന്നെ ആയിരുന്നു. വേണ്ടാത്തവർക്ക് ഒരു 10-500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്തായാലും മാറ്റാൻ കഴിയും. നാവിഗേഷനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ 93 ആണ് ഓടിയിട്ടുള്ളത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. ഏതായാലും വണ്ടി ഓഫ് ചെയ്തു. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക്. ഉള്ളൊക്കെ വൃത്തിയുണ്ട്. പിന്നെ ഏതായാലും തുറന്ന സ്ഥിതിക്ക് ഡോറൊന്നും മാറിയിട്ടില്ല, ഒറിജിനൽ ഡോറാണ്. ഇതും ഒറിജിനൽ ഡോറാണ്, റീപ്ലേസ്ഡ് അല്ല. പുറകിൽ റിയർ AC വെൻ്റ് വരുന്നുണ്ട്. ഇവിടെ ഒരു ആംറസ്റ്റും വരുന്നുണ്ടല്ലേ. ഓക്കെ, ഈ സൈഡിലൊന്നും ബോഡിക്ക് വേറെ ഇഷ്യൂസൊന്നുമില്ല. ടയർ ഭാഗങ്ങൾ അത്ര എന്താ പറയുക കട്ടുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ടയർ കുഴപ്പമില്ല, അതൊരു 80% ടയറുണ്ട്. അപ്പോളോടെ ടയറാട്ടോ വന്നിട്ടുള്ളത്. ഒറിജിനൽ ഗ്ലാസ്സാണ്, ഇതെല്ലാം ഒറിജിനൽ ഗ്ലാസ്സാട്ടോ. ഈ ടയർ നമുക്കൊരു 60% ടയർ പറയാം. അപ്പോൾ ബോഡിയുടെ ഈ സൈഡിൽ ഇതാ മേജറായിട്ടുള്ള ഡെൻ്റൊന്നുമില്ല. SX ആണ്. കറക്റ്റാ ഉണ്ടായ ഒറിജിനൽ ഗ്ലാസ്സാണ്. പുറകിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ പഞ്ചിങ് മാർക്കൊക്കെ അതുപോലെ തന്നെയുണ്ട്. യാതൊരു രീതിയിലുള്ള ആക്സിഡൻറ്റും ഈ ഭാഗങ്ങളിലൊന്നുമില്ല. സ്റ്റെപ്പിന് ഒരു 40%. ഇവിടെ ഒന്നും ആക്സിഡൻ്റ് ഒന്നുമില്ല കേട്ടോ. പുറകിലെ പഞ്ചിങ് മാർക്കും അതുപോലെ തന്നെയുണ്ട്. പിന്നെ ഗ്രീസൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഡിക്കി ഡോറ് ഒറിജിനൽ ഡോറാണ്, മാറിയിട്ടില്ല.
ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട് വണ്ടി. ഒന്ന് വൃത്തിയാക്കാൻ വേണം, അതേപോലെ തന്നെ നല്ലൊരു പോളിഷും ചെയ്യണം. ഈ ഒരു ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറവാണ്, ഒരു 40% ടയറുള്ളൂ. എല്ലാ ഗ്ലാസും ഒറിജിനലാണ്, ഒറിജിനൽ ഡോറാണ്. ഡോർ പാടൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം ഇന്ന് രാവിലെ ഒന്ന് വെള്ളമൊഴിച്ച് കഴുകിയിട്ടുണ്ട്. കാരണം ഇവിടുത്തെ കഴുകലൊക്കെ ഇങ്ങനെ തന്നെയാണ്, ചുമ്മാ വെള്ളമൊഴിച്ചൊന്ന് തുടയ്ക്കും, ചെളി പോകുന്നില്ല. ഒറിജിനൽ ഡോറാണ്, ഒന്നും ഊരിയിട്ടൊന്നുമില്ല. യെസ്, ഫ്രണ്ട് ഗ്ലാസ്സിൽ ഇതാ ഒരു ക്രാക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഒരു മൈനറായിട്ടുള്ളൊരു ക്രാക്ക് എന്ന് പറയാം. ഈ ക്രാക്ക് വെച്ച് ഓടുന്നതിനോട് കുഴപ്പമൊന്നുമില്ല, പൊട്ടിപ്പോകുന്നില്ല. പക്ഷേ കാലക്രമേണ ചൂടൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ അത് വലുതായിട്ട് വന്നിട്ട് അങ്ങോട്ട് പൊട്ടും. അല്ലെങ്കിൽ ചെറിയൊരു കല്ല് ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അതങ്ങോട്ട് വലുതാവും. ഓക്കെ, ഇവിടെ മാത്രമല്ല, ഇവിടെ ഉണ്ട് ചെറിയൊരു ക്രാക്ക്, ഇതാ ഇവിടെ ഉണ്ട്. ഓക്കെ, ഫ്രണ്ടിൽ ടയർ കുറവാണ്, ഒരു 40% ടയർ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഈ ഒരു വാഹനത്തിൻ്റെ അവസ്ഥ. ബോഡിയൊക്കെ നല്ല വൃത്തിയുണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ടൊക്കെ നല്ല വൃത്തിയുണ്ട്. ഏതായാലും ബോണറ്റും കൂടി തുറന്നിട്ട് എൻജിൻ റൂമും കൂടി ഒന്ന് നമുക്ക് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. കഴുകിയത് അറിയാനുണ്ട്, ഉള്ളിലൊക്കെ ഡീസലിട്ട് തുടച്ചിട്ടുണ്ട്. പേസ്റ്റിംഗ് ഒക്കെ അതുപോലെ തന്നെ ഉണ്ട്. ഏതായാലും ആപ്രോണിലൊന്നും ആക്സിഡൻ്റ് ഒന്നുമില്ല. അവിടെയൊക്കെ പഞ്ചിങ് മാർക്കുണ്ട്. ഇവിടെ ഒന്നും കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. റസ്റ്റൊന്നുമില്ല, അതുപോലെ തന്നെ ആക്സിഡൻറ്റും ഇല്ല. ചെളിയുണ്ട്. ഇതൊക്കെ ശരിക്കും നല്ല വൃത്തിക്ക് കഴുകുകയാണെങ്കിൽ, കാരണം ഇവർക്ക് ഈ ഒരു കഴുകൽ മതി ഇത്. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് കഴിഞ്ഞാൽ ഇതൊക്കെ ചെളിയാണ്, സംഭവമൊക്കെ പോകുന്നത്. പക്ഷെ ഇവരിങ്ങനെ അങ്ങോട്ടൊന്നും ഡീപ്പായിട്ട് കഴുകില്ല, വെറുതെ അങ്ങനെ ഇട്ട് തുടച്ചിട്ട് അങ്ങ് പോവുള്ളൂ. ഇതിൻ്റെ മുകളിലൊക്കെ വെറുതെ ഓരോന്ന് ഡീസലൊക്കെ ഇട്ട് തുടച്ച് അങ്ങനെ വെക്കും. അതാണ് ഇവിടുത്തെ ഒരു വാഷിംഗ് സെൻറ്ററുകാരുടെ കുഴപ്പം. പക്ഷെ ഇത് നീറ്റായിട്ട് കഴുകിയാൽ നല്ല വൃത്തി ഉണ്ടാകും കാണാൻ. ഏതായാലും ബോണറ്റൊന്നും മാറിയിട്ടൊന്നുമില്ല, ഒറിജിനൽ ബോണറ്റാണ് കിടക്കുന്നത്. യെസ്, അപ്പോൾ ഏതായാലും നമുക്ക് ബോണറ്റിൻ്റെ ഉൾവശവും നമുക്ക് കഴിഞ്ഞു. അപ്പോൾ ഓൾറൗണ്ട് ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ കിടപ്പ്. റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. യെസ്, അപ്പോൾ ഇതും വർക്കിംഗ് ആണ്. സീറ്റൊക്കെ മാനുവലി അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, ഇലക്ട്രിക്കലി അല്ല വരുന്നത്. അപ്പോൾ 2018 മോഡലിലുള്ള ക്രെറ്റയാണ്. 1.6 SX ആണ്, CRD ആണ്. കാരണം ക്രെറ്റ 1.6 വരുന്നുണ്ട്, അതുപോലെ തന്നെ 1.4 വരുന്നുണ്ട്. അപ്പോൾ ഇത് 1.6 വരുന്ന വണ്ടിയാണ്. പിന്നെ SX ആണ്. ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ലോഡഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു വാഹനമാണ്. മെയിനായിട്ട് പറയാനുള്ള അതിൻ്റെ Type 2 ആണ് കേട്ടോ. ഫ്രണ്ട് വലിയ ഗ്രില്ല് വരുന്നത്. പിന്നെ സൺറൂഫ് വരുന്നില്ല. എനിക്ക് 2018 ആ സൺറൂഫ് ഉള്ളൊരു മോഡലും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തത് 19 മോഡലായിരുന്നു, അതിന് സൺറൂഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് 18 മോഡലാണ്. ഓക്കെ, കിലോമീറ്ററൊക്കെ ജെനുവൻ ആയിട്ടുള്ള വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് 7,75,000 രൂപയാണ് ആസ്കിങ് റേറ്റ്. നെഗോഷ്യബിൾ റേറ്റ് ആണ്. ചെറിയ രീതിയിലൊക്കെ എന്തായാലും മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. വണ്ടി കിടക്കുന്നത് ഡൽഹിയിലാണ്. ഡൽഹിയിലത്തെ പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വണ്ടി കാണണമെന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ വരേണ്ടി വരും. അതായത് ചില ആളുകൾക്ക് വണ്ടി കണ്ടാൽ മാത്രമേ ഒരു ഡീലേ ഉള്ളൂ. അപ്പോൾ ചിലവർ ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത്, നിങ്ങൾ നാട്ടിലെത്തിച്ചു തരുമോ, നാട്ടിലെത്തിയിട്ട് അവിടുന്ന് പൈസ തന്നാൽ പോരെ എന്നൊക്കെ. അപ്പോൾ ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ട വണ്ടിയല്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഡീലിങ്ങൊക്കെ ചെയ്യാൻ പറ്റും. ഇത് ഇവിടെയുള്ള വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഏർപ്പാടാക്കുക. ഇപ്പം ചില സബ്സ്ക്രൈബേഴ്സൊക്കെ എൻ്റെ അടുത്ത് ഇപ്പോൾ ഭൂരിഭാഗം വണ്ടിയും, ഒരു 90% വണ്ടിയും ആരും ഇവിടെ വരാറില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ഒരു കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് തന്നിട്ട് അതിൻ്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ എടുത്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് വിടാറാണുള്ളത്. പിന്നെ 1-2 കസ്റ്റമറൊക്കെ ചിലപ്പോൾ നിർബന്ധം പിടിച്ച്, അത് ഓരോരുത്തരുടെ മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ ചില ആളുകളൊക്കെ എന്തായാലും വന്ന് നോക്കി എല്ലാ കാര്യങ്ങളും നോക്കി ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഡീൽ ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയത് ഏത് രീതിയിലാണെന്ന് വെച്ചാൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഡൽഹി പോലത്തെ സ്ഥലങ്ങളിലൊക്കെ, ഡൽഹി ഗുഡ്ഗാവ് ഇവിടെയൊക്കെ ആരെങ്കിലുമൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏർപ്പാടാക്കാം. വണ്ടി എപ്പം വേണമെങ്കിലും വന്ന് കാണാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം. അത് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് പറയണം. വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് വണ്ടി അവൈലബിൾ ആയിരിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഒന്ന് കാണാം, ഒന്ന് കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വിചാരിക്കുകയാണ്.
നമുക്ക് ഏതൊരു വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? ഇനിയിപ്പോൾ ഒരു എൻഡവർ കാണിക്കാനുണ്ട്. നമ്മളെ കഴിഞ്ഞ എൻഡവർ പോയി കേട്ടോ, വൈറ്റ് എൻഡവർ നമ്മൾ മലപ്പുറത്തെ ടീമിന് കൊടുത്തു. അപ്പോൾ ഇനി ഒരു സിൽവർ എൻഡവർ ഉണ്ട്. അപ്പോൾ അത് ഞാൻ നാളെ വീഡിയോ എടുക്കാനുള്ളൊരു പരിപാടിയിലാണ്. ഏകദേശമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ വീഡിയോ എടുക്കണം. സിൽവർ കളറാണ്, 17 മോഡലാണ്. അതും ഒരു കിടിലും മുതൽ തന്നെയാണ്. അപ്പോൾ ഇനി ഏതായാലും നമുക്ക് അവസാനിപ്പിക്കല്ലേ. ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്രെറ്റ വേണ്ടവരൊക്കെ കോൺടാക്ട് ചെയ്യാം. നല്ല ഡീസൽ വണ്ടിയാണ്. നമ്പർ ഡിസ്പ്ലേക്കകത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനകത്തും കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു. ബൈ.